ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ലഹരി വിമുക്ത പരിപാടി സംഘടിപ്പിക്കുന്ന സർക്കാർ വാർഷികാഘോഷത്തിന് എന്തിന് NDPS കേസ് പ്രതിയെ എത്തിച്ചെന്ന BJP സംസ്ഥാന ട്രഷററും പാലക്കാട് നഗരസഭ വൈസ് ചെയർമാനുമായ അഡ്വക്കേറ്റ് E. കൃഷ്ണദാസ്. റാപ്പർ വേടന്റെ പരിപാടിക്കിടെ പാലക്കാട് കോട്ട മൈതാനത്തുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ഈടാക്കുമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. ആ ചെറിയ കോട്ട മൈതാനത്ത് ആകെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് 3000-4000 പേരാണ് കപ്പാസിറ്റി. അവിടെ 10,000-കണക്കിന് ആളുകൾ വരികയും ഞാൻ മനസ്സിലാക്കുന്നു വേടനാകെ 3 പാട്ടേ പാടാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും നിർഭാഗ്യകരമായ ഒരു സംഗതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ തന്നെ ലക്ഷങ്ങൾ ചെലവഴിച്ച് ലഹരിമുക്ത കേരളം എന്നൊരു പരിപാടി വലിയ തോതിൽ നടപ്പാക്കുന്നില്ല. ഇത് എക്സൈസ് മന്ത്രിയുടെ നാട് കൂടിയാണ്. എക്സൈസ് മന്ത്രിയുടെ നാട്ടിൽ തന്നെ ലഹരിമുക്ത കേരളം എന്ന വലിയൊരു മുദ്രാവാക്യം കേരളത്തിൽ മുഴുവൻ നടന്ന് പറയുന്ന ആള് തന്നെ 4ാം വാർഷികത്തിന്റെ പരിപാടിയിൽ ഒരു NDPS കേസിലെ പ്രതിയെ കൊണ്ടാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ്. അതുമാത്രമല്ല, ആ ഗ്രൗണ്ടിൽ പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. 100 കണക്കിന് മദ്യ ബോട്ടിലുകൾ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ നാശനഷ്ടം പാലക്കാട് നഗരസഭ കണക്കാക്കിയിട്ട് പട്ടികജാതി വകുപ്പാണ് ഇപ്പോൾ ഈ ഗ്രൗണ്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ സംഘാടകരോട് ഇതിന്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെടാനായിട്ടുള്ള നടപടികളുമായി പാലക്കാട് നഗരസഭ മുന്നോട്ട്. പക്ഷെ സംഘാടകരെ കുറച്ചുകൂടി ഇത് ആലോചിക്കേണ്ടിയിരുന്നു. ഇത് മാത്രമല്ല, ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഈ ലഹരിമുക്ത കേരളം എന്ന ആവേശത്തിൽ കേരളം മുഴുവൻ ലക്ഷക്കണക്കിന് രൂപയും ചെലവാക്കി ഒരു പ്രോഗ്രാം നടത്തുന്ന സമയത്ത് എക്സൈസ് മന്ത്രി ഇതിന് ഉത്തരം പറയണം. 4ാം വാർഷികാഘോഷത്തിൽ NDP കേസിലെ പ്രതിയും കൊണ്ടാണ് പരിപാടി നടത്തുന്നത്. അത് 4ാം വാർഷികാഘോഷത്തിന് വേറെ ആരും കിട്ടിയില്ലേ? NDPS കേസിലെ പ്രതിയാണോ? ലഹരിമുക്ത കേരളം കൊണ്ട് നിങ്ങൾ എന്തിനാ നടത്തുന്നത്? അതവസാനിപ്പിക്കും. അതിന് കുറേ ലക്ഷങ്ങൾ ലാഭം കിട്ടുമല്ലോ. പട്ടികജാതി വികസന വകുപ്പാണ് പരിപാടിക്ക് അനുമതി തേടിയത്. പരിശോധനകൾക്ക് ശേഷം പോലീസിൽ പരാതി നൽകുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ പറഞ്ഞു. തിരക്കിനിടെ കാണികൾ പൊതുമുതൽ നശിപ്പിച്ചെന്നാണ് നഗരസഭ അധികൃതർ പറയുന്നത്. ചെറിയ കോട്ട മൈതാനത്ത് നഗരസഭ പുതുതായി സ്ഥാപിച്ച ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെ തകർത്തു. പരിശോധന നടത്തിയ ശേഷം നഷ്ടം കണക്കാക്കി സംഘാടകരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ E. കൃഷ്ണദാസ് പറഞ്ഞു. വകുപ്പാണ് കത്ത് തന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഗ്രൗണ്ട് ആവശ്യമുണ്ട് എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും അതിന്റെ സംഘാടനത്തിൽ വേറെ ആരൊക്കെയാണെന്ന് അന്വേഷിച്ച് ആർക്കൊക്കെയാണ് ഇതിന് നോട്ടീസ് കൊടുക്കാൻ സാധിക്കുക, ഇതിന്റെ നഷ്ടപരിഹാരം അവർ തരണം. അവിടെ കേടുവന്നിട്ടുള്ള സാധനങ്ങൾ ഇതിൽ സംഘാടകർക്ക് മാത്രമല്ല ഈ പരിപാടി നടത്തുന്ന ആളുകൾക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. ഇത്രയും ചെറിയ ഗ്രൗണ്ടിൽ 10,000-കണക്കിന് ആളുകൾ വരും എന്ന് പറഞ്ഞ് അവരെ എല്ലാം ജില്ലയുടെ വിവിധ ഭാഗത്തു നിന്ന് വരുത്തി വെറും 3 പാട്ടും പാടി സ്ഥലം വിട്ട ആളാണ് ഇവിടെ പരിപാടി നടത്തിയത്. അദ്ദേഹത്തിനും ഇതിൽ ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് ഈ അവസരത്തിൽ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ സംസ്ഥാന സംഗമത്തിന്റെ ഭാഗമായായിരുന്നു സംഗീത പരിപാടി സംഘടിപ്പിച്ചത്. 3ാം വട്ടമാണ് വേടൻ പാലക്കാട്ടേക്ക് എത്തിയത്. അതിനാൽ 3ാം വരവ് 3.0 എന്ന പേരിലായിരുന്നു സംഗീത പരിപാടി. സൗജന്യമായായിരുന്നു പ്രവേശനം. 10,000-ഓളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലായിരുന്നു സജ്ജീകരണങ്ങൾ. തുറന്ന വേദിയിൽ നടന്ന പരിപാടി എല്ലാവർക്കും കാണാൻ 4 വലിയ LED സ്ക്രീനുകളിലും പ്രദർശിപ്പിച്ചിരുന്നു. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.